വെൽക്കം ടു ദ നെക്സ്റ്റ് സെഷൻ ഓൺ ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺവർജൻസ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആയിരിക്കും എന്നുള്ള ഒരു തിയറാണ് പ്രൂവ് ചെയ്തിരുന്നത്. ഇന്ന് കൺവർജൻസ് സീക്വൻസുകളെ സംബന്ധിക്കുന്ന മറ്റ് ചില റിസൾട്ടുകളാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ തിയറം, let x equal to sequence xn and y equal to sequence yn be two sequences of real numbers that converges to small x and small y respectively, and c be a real number. So here we are given that limit of sequence xn is equal to x and limit of sequence yn is equal to y, and c is a real number. Okay, then the sequence x plus y, the sequence x plus y is defined as sequence xn plus yn. It will converge to x plus y. അതായത് രണ്ട് സീക്വൻസുകളെ നമ്മൾ സം ചെയ്യുന്നത് ഇങ്ങനെയാണ്. സീക്വൻസ് xn plus sequence yn will be a sequence x1 plus y1, x2 plus y2, x3 plus y3 എക്സെട്ര. അതായത് കോർഡിനേറ്റ് വൈസ് നമ്മൾ ഇവരെ ആഡ് ചെയ്യുന്നു. ഇതാണ് രണ്ട് സീക്വൻസുകളുടെ സമ്മ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇഫ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് വൈ എൻ കൺവേർജസ് ടു വൈ, ദെൻ എക്സ് എൻ പ്ലസ് വൈ എൻ കൺവേർജ് ടു എക്സ് പ്ലസ് വൈ. ഇതാണ് നമ്മുടെ ആദ്യത്തെ റിസൾട്ട് പറയുന്നത്. ദെൻ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ നമുക്കൊരു ഈക്വാലിറ്റി കിട്ടും. അതായത് എക്സ് മൈനസ് വൈ, സീക്വൻസ് എക്സ് മൈനസ് വൈ വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് എക്സ് എൻ മൈനസ് വൈ എൻ. അതായത് ഇവിടെ നമ്മൾ എക്സ് വൺ പ്ലസ് വൈ വൺ, എക്സ് ടു പ്ലസ് വൈ ടു അങ്ങനെ എടുത്ത പോലെ എക്സ് വൺ മൈനസ് വൈ വൺ, എക്സ് ടു മൈനസ് വൈ ടു, എക്സ് ത്രീ മൈനസ് വൈ ത്രീ എക്സെട്ര. ഇൻ ജനറൽ എക്സ് എൻ മൈനസ് വൈ എൻ എക്സെട്ര. ദിസ് സീക്വൻസ് വിൽ കൺവേർജ് ടു എക്സ് മൈനസ് വൈ. നൗ sequence cx, sequence cx is defined as sequence of cxn. അതായത് നമ്മുടെ സീക്വൻസ് എക്സ് എന്നിലുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മളൊരു കോൺസ്റ്റൻറ്റ് സി കൊണ്ട്, ഒരു റിയൽ നമ്പർ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അവർ സീക്വൻസ് വിൽ ബി സി എക്സ് വൺ, സി എക്സ് ടു, സി എക്സ് ത്രീ എക്സെട്ര. ഇഫ് സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, ദിസ് സീക്വൻസ് വിൽ കൺവേർജ് ടു സി എക്സ് എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. ഇനി അടുത്തതൊന്ന് നോക്കാം. സീക്വൻസ് എക്സ് വൈ, പ്രൊഡക്റ്റ് ഓഫ് ടു സീക്വൻസസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സീക്വൻസ് എക്സ് എൻ വൈ എൻ. അതായത് ഇവിടെയും കോർഡിനേറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ഈ സീക്വൻസുകളുടെ മൾട്ടിപ്ലിക്കേഷനായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് എ സീക്വൻസ് എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു, എക്സ് ത്രീ വൈ ത്രീ എക്സെട്ര. This sequence will converge to xy as n tends to infinity. ഇതുപോലെ നമുക്ക് രണ്ട് സീക്വൻസുകളുടെ കോഷ്യൻ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് അതിൻ്റെ ലിമിറ്റിനെ പറ്റിയിട്ടുള്ള ഒരു റിസൾട്ടും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഞാൻ ഈ 4 റിസൾട്ടുകളാണ് എടുക്കുന്നത്. കോഷ്യൻറ്റിൻ്റെ കേസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്യാം. ഇഫ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് വൈ എൻ കൺവേർജസ് ടു വൈ, xn plus yn converges to x plus y. Okay, so we are given that limit of xn equal to x and limit of yn equal to y. So നമുക്ക് കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ അറിയാം. കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ n അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ k കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ്, അതായത് ലിമിറ്റും സീക്വൻസിലെ എൻട്രീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സീക്വൻസിലുള്ള എലമെൻസും ലിമിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ നമ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിരിക്കുന്ന ആർബിട്രറി ആയിട്ടുള്ള എപ്സിലൺ എന്ന് പറയുന്ന നമ്പറിനേക്കാൾ ചെറുതായിരിക്കും എന്നാണ് നമ്മളോട് ഡെഫിനിഷൻ പറയുന്നത്. സോ യു ടേക്ക് എൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. എപ്സിലൺ പോസിറ്റീവ് ആണെങ്കിൽ എപ്സിലൺ ബൈ 2 പോസിറ്റീവ് ആണ്. സോ കറസ്പോണ്ടിങ് ടു എപ്സിലൺ ബൈ 2 ദർ എക്സിസ്റ്റ് എ k1 എലമെൻറ്റ് ഓഫ് n സച്ച് ദാറ്റ് absolute value of xn minus x is less than epsilon by 2 for all n greater than or equal to k1.
So here I have taken k1 corresponding to epsilon by 2. This is actually k1 of epsilon by 2. ഇതുപോലെ തന്നെ ലിമിറ്റ് ഓഫ് വൈ എൻ ഈക്വൽ ടു വൈ ആണ്. അപ്പം നമുക്ക് വീണ്ടും എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓർ എപ്സിലൺ ബൈ 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടും. സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ എൻ മൈനസ് വൈ ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നാച്ചുറൽ നമ്പർ. അത് ഈ k1 തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ബിക്കോസ് വി ആർ കൺസിഡറിങ് 2 ഡിഫറെൻറ്റ് സീക്വൻസസ്. അപ്പോൾ ഒരേ എപ്സിലൺ ആണ് എടുത്തിരിക്കുന്നതെങ്കിലും നമുക്ക് കിട്ടുന്ന k1 എന്ന് പറയുന്നത് സീക്വൻസ് വൈ എന്നിനും സീക്വൻസ് എക്സ് എന്നിനും സെയിം ആവണം എന്ന് നിർബന്ധമില്ല. സോ ഞാൻ അതിനെ വേറൊരു പേരിലാണ് വിളിക്കുന്നത് k2. ഓക്കെ, സോ there exists a k2 element of n such that absolute value of yn minus y is less than epsilon by 2 for all n greater than or equal to k2. അപ്പോൾ ഇവിടെ പറയുന്നത് n greater than or equal to k1 ആണെങ്കിൽ this inequality will hold. If n greater than or equal to k2, this inequality will hold. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? രണ്ട് ഇനീക്വാലിറ്റിയും ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സോ n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. അതുപോലെ തന്നെ n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2. k1-നേക്കാളും വലുതായിരിക്കണം, k2-വിനേക്കാളും വലുതായിരിക്കണം. സോ ഞാൻ ഈ k1 k2 ഇതിൽ ആരാണോ മാക്സിമം അതിനെ ഞാൻ k എന്ന് വിളിക്കുന്നു. സോ k ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് k1 ആൻഡ് k2. സോ ഇഫ് n is greater than or equal to k, then n will be greater than or equal to k1 as well as n will be greater than or equal to k2. സോ നമ്മുടെ ഫസ്റ്റ് ഇനീക്വാലിറ്റിയും സെക്കൻഡ് ഇനീക്വാലിറ്റിയും ഹോൾഡ് ചെയ്യും ഇഫ് n is greater than or equal to k. So for all n greater than or equal to k, we have absolute value of xn plus yn minus x plus y. അപ്പോൾ ഇതിനെ എനിക്ക് ഈ മൈനസ് എന്നുള്ളത് എക്സ് പ്ലസ് വൈക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഒക്കെ ഉണ്ട്, നമുക്ക് റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷനാണ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ ഹോൾഡ് ചെയ്യുന്നതാണ്. സോ ഞാൻ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഈ ഫോമിലാക്കി. ദിസ് ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് വൈ എൻ മൈനസ് വൈ. നൗ അപ്ലൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ഇത് ഫസ്റ്റ് എലമെൻറ്റും ഇത് സെക്കൻഡ് എലമെൻറ്റുമായിട്ട് എടുത്തുകൊണ്ട് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ എൻ മൈനസ് വൈ. ഓക്കെ, ഇനി ഇവിടെ n എന്ന് പറയുന്നത് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയതുകൊണ്ട് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എപ്സിലൺ ബൈ 2വിനേക്കാൾ ചെറുതായിരിക്കും. അതുപോലെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്, അപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2 ആയിരിക്കും. സോ മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആയിരിക്കും. സോ I will get this is less than epsilon by 2 plus epsilon by 2 which is equal to epsilon. അപ്പോൾ നമുക്കിവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? absolute value of xn plus yn minus x plus y is less than epsilon for all n greater than or equal to k. എന്ന് വെച്ചാൽ എന്താണ്? ലിമിറ്റ് ഓഫ് xn plus yn equal to x plus y. Okay, so if limit of xn equal to x and limit of yn equal to y, then limit of xn plus yn equal to x plus y. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ റിസൾട്ടിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് ലിമിറ്റ് ഓഫ് xn equal to x and limit of yn equal to y, limit of xn minus yn equal to x minus y. അപ്പോൾ പ്രൂഫ് വളരെ സിമിലർ ആയിട്ടാണ് വരുന്നത്. നമ്മൾ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നു. സോ ടേക്ക് ആൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ആയിട്ടൊരു k1 കിട്ടി സച്ച് ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 വെനെവർ n ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. അതുപോലെ സീക്വൻസ് വൈ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k2 കിട്ടും. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ എൻ മൈനസ് വൈ വിൽ ബി ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k2. ദെൻ k എന്ന് പറയുന്നത് മാക്സിമം ഓഫ് k1 ആൻഡ് k2 ആയിട്ട് എടുത്തു. അപ്പോൾ ഈ രണ്ട് ഇനീക്വാലിറ്റിയും ഒരുമിച്ച് ഹോൾഡ് ചെയ്യും. ഇഫ് n ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, വി ഹാവ് ഇവിടെ സീക്വൻസ് മാറി നമ്മൾ എക്സ് എൻ മൈനസ് വൈ എന്നുള്ള സീക്വൻസ് ആണ് എടുക്കണേ. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് വൈ എൻ മൈനസ് എക്സ് മൈനസ് വൈ. ഓക്കെ,
ഇതിനെ എനിക്ക് എക്സ് എൻ മൈനസ് എക്സ് മൈനസ് വൈ എൻ പ്ലസ് വൈ എന്നാണ് കിട്ടുക. അതിനെ ഞാൻ ഈ രീതിയിലൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് മൈനസ് വൈ എൻ മൈനസ് വൈ എന്നെനിക്കിതിനെ എഴുതാൻ പറ്റും. ഓക്കെ, നൗ ദിസ് ഈസ് ഓഫ് ദ ഫോം absolute value of a minus b. നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റിയുടെ കൊറോളറിയിൽ പഠിച്ചിട്ടുണ്ട്. absolute value of a minus b is less than or equal to absolute value of a plus absolute value of b. ഓക്കെ, ഈ പ്രോപ്പർട്ടി ഞാനിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ this is less than or equal to absolute value of a, എയുടെ സ്ഥാനത്ത് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് absolute value of y n മൈനസ് y. ഇവിടെ ഓൾറെഡി നമ്മുടെ കയ്യിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയതുകൊണ്ട് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 ആണ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആണ്. അതുപോലെ തന്നെ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് y n മൈനസ് y എന്ന് പറയുന്നതും ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആണ്. സെയിം ആർഗ്യുമെൻറ്റ്സ് കഴിഞ്ഞ പാർട്ട് 1ൻ്റെ പ്രൂഫിൽ അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. ദെൻ ഇവിടെ പ്ലസ് ഉള്ളിടത്തൊരു മൈനസ് വന്നു എന്നുള്ള ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. So this is less than epsilon by 2 plus epsilon by 2 which is equal to epsilon. So we have for epsilon greater than 0 there exists a natural number k such that absolute value of xn minus yn minus x minus y less than epsilon for all n greater than or equal to k, which means limit of xn minus yn is equal to x minus y. So second part in the proof ഇങ്ങനെയാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ പറയുന്നത് we are multiplying a sequence with a constant, a real constant c. ഈ c 0 ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ സി എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് 0 0 0 എന്നാവും. ഇഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ സീക്വൻസ് സി എക്സ് എൻ എന്ന് പറയുന്നത് 0 0 0 ഈ സീക്വൻസ് ആയിരിക്കും. ഇത് കൺവെർജ് ചെയ്യുന്നത് 0യിലേക്കാണ്. ഈ 0യെ എനിക്ക് 0 ഇൻറ്റു എക്സ് എന്ന് എഴുതാമല്ലോ. ഇതിനെ എനിക്ക് സി എക്സ് എന്ന് എഴുതാം, കാരണം സി ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ സി എക്സ് എൻ കൺവെർജസ് ടു സി എക്സ് ഫോളോസ് ട്രിവിയലി. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് സി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ വി ഹാവ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ്. സോ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം യു ടേക്ക് എൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ടു ദാറ്റ് we have a k element of n such that absolute value of xn minus x is less than epsilon by mod c. കാരണം ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടും. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിയേക്കാൾ ചെറുതാവുന്ന പോലെ ഒരു സ്റ്റേജ് നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ ഈ സ്റ്റേജ്, അതായത് ഈ k എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു എപ്സിലൺ ബൈ മോഡ് സി. സി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്കറിയില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ മോഡ് സിന്ന് എടുത്തത്. പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് നാച്ചുറൽ നമ്പർ കിട്ടുള്ളൂ. എപ്സിലൺ പോസിറ്റീവ് ആണ്, സി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് മോഡ് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ എപ്സിലൺ ബൈ മോഡ് സി പോസിറ്റീവ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സോ ഐ ഹാവ് ദിസ്. ഇനിയിപ്പോൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി എക്സ് എൻ മൈനസ് സി എക്സ് എന്ന് പറയുന്നത്, ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി എക്സ് എൻ മൈനസ് സി എക്സ് എന്നുള്ളതിനെ എനിക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി ഇൻറ്റു എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ആണ്. സോ എനിക്ക് ഇതിനെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സി ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലൺ ബൈ മോഡ് സി. അപ്പോൾ ഈ മോഡ് സി ഞാനിവിടെ അങ്ങനെ തന്നെ നിർത്തി. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ബൈ മോഡ് സി എന്നുള്ള പ്രോപ്പർട്ടി ഞാനിവിടെ യൂസ് ചെയ്തു.
ഇതെനിക്ക് യൂസ് ചെയ്യാൻ പറ്റാൻ കാരണം I have taken n is greater than or equal to k. So this is epsilon. Okay, ഇപ്പോൾ എന്താ നമുക്ക് കിട്ടിയെന്ന് ആലോചിക്കുക. We have taken an epsilon greater than 0. ഒരു epsilon greater than 0 നമ്മൾ എടുത്തു. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ k കിട്ടി. ആ നാച്ചുറൽ നമ്പർ k കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ absolute value of cxn minus cx is ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇത് നമ്മുടെ കൺവെർജൻസിൻ്റെ ഡെഫിനിഷൻ ഫോമിലാണ്. സോ വി ഹാവ് ലിമിറ്റ് ഓഫ് സി എക്സ് എൻ ഇസ് ഈക്വൽ ടു സി എക്സ്. സോ മൂന്നാമത്തെ ഭാഗവും നമ്മളിവിടെ പ്രൂവ് ചെയ്തു. നൗ ഫോർത്ത് വൺ. ഇതുവരെയുള്ളതെല്ലാം നമ്മൾ ഡയറക്റ്റായിട്ട് കൺവെർജൻസിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് ഫോളോ ചെയ്യുന്ന പോലെയായിരുന്നു നമ്മുടെ പ്രൂഫുകൾ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് ഓഫ് എക്സ് എൻ വൈ എൻ എന്ന് പറയുന്നത് എക്സ് വൈ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഞാൻ ആദ്യം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കുകയാണ്. എക്സ് എൻ വൈ എന്നും എക്സ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് ഞാനൊന്ന് നോക്കണം. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് വൈ എന്ന് പറയുന്നത് ഈ എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് വൈയുടെ ഇടയിൽ ഒരു ടേം ഞാൻ സബ്ട്രാക്റ്റ് ചെയ്തു, അതേ ടേം ആഡ് ചെയ്തു. സോ ദർ ഈസ് നോ ചേഞ്ച്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിനെ ഞാൻ എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എൻ വൈ പ്ലസ് എക്സ് എൻ വൈ മൈനസ് എക്സ് വൈ എന്നെഴുതി. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ രണ്ട് ടേംസിൽ കോമൺ ആയിട്ട് നമുക്ക് എക്സ് എൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാണ്. ഐ വിൽ ടേക്ക് ദീസ് ടു ടുഗെദർ. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേംസിൽ എക്സ് എൻ കോമൺ ആണ്. രണ്ടാമത്തെ ഇവിടെ നമുക്ക് വൈ കോമൺ ആണ്. സോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അതിനെ ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാണ്. ആൻഡ് ഐ എം അപ്ലൈയിങ് so this can be written as absolute value of xn into yn minus y plus y into xn minus x. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി യൂസ് ചെയ്യാണ്. വിത്ത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടേം ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ടേം. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി യൂസ് ചെയ്താൽ ഐ വിൽ ഗെറ്റ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn into yn minus y പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് y into xn minus x. പക്ഷേ നമുക്കറിയാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ആണ്. സോ ആ പ്രോപ്പർട്ടി ഞാൻ ഈ രണ്ട് ടേംസിലും അപ്ലൈ ചെയ്യണു. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ എൻ മൈനസ് വൈ പ്ലസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് വൈ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ്. ഓക്കെ, ഇനി ഇതിൽ ഓരോ ടേമും എനിക്ക് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 എന്ന് കിട്ടിയാൽ ടോട്ടലി ലെസ് ദാൻ എപ്സിലൺ എന്ന് ആയിക്കോളും. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അങ്ങനെയാണെങ്കിലും നമുക്ക് ലെസ് ദാൻ എപ്സിലൺ എന്ന് കിട്ടിക്കോളും. സോ ഞാൻ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഐ വിൽ പ്രൂവ് ദാറ്റ് ദ ഫസ്റ്റ് ടേം ക്യാൻ ബി മെയ്ഡ് ലെസ് ദാൻ എപ്സിലൺ ബൈ 2 ആൻഡ് ദ സെക്കൻഡ് ടേം ക്യാൻ ബി മെയ്ഡ് ലെസ് ദാൻ എപ്സിലൺ ബൈ 2. ഇതാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോ ദാറ്റ് സീക്വൻസ് എക്സ് എൻ ഇസ് കൺവേർജൻറ്റ്. സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തു എല്ലാ കൺവേർജൻറ്റ് സീക്വൻസസും ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എക്സ് എൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ബൗണ്ടഡ്. ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ എക്സിസ്റ്റ് സം പോസിറ്റീവ് നമ്പർ. ഇവിടെ ഞാൻ ആ പോസിറ്റീവ് നമ്പറിനെ m1 എന്ന് വിളിക്കുകയാണ്. സോ ദർ എക്സിസ്റ്റ് സം m1 ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് absolute value of xn is less than or equal to m1 for all n element of natural numbers. Okay, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് I am taking m as maximum of m1 and mod y. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഈ ടേമിനെ ലെസ് ദാൻ എപ്സിലൺ ബൈ 2 പ്ലസ് എപ്സിലൺ ബൈ 2 ഫോമിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 ഇൻറ്റു മോഡ് വൈ എൻ മൈനസ് വൈ.
പ്ലസ് മോഡ് വൈ ഇൻറ്റു മോഡ് എക്സ് എൻ മൈനസ് എക്സ്. ഇവിടെ നമുക്കറിയുന്ന കാര്യം വൈ എൻ വൈയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ എക്സ് എൻ എക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വൈ എന്നും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റും. അതുപോലെ എക്സ് എന്നും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസും എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റും. സോ ഈ രണ്ട് അബ്സല്യൂട്ട് വാല്യൂസിനെ നമുക്ക് എത്ര വേണമെങ്കിലും ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് m1 ഇൻറ്റു മോഡ് വൈ എൻ മൈനസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ദിസ് വൈ എൻ മൈനസ് വൈ മസ്റ്റ് ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2m1. ഇതുപോലെ ഇവിടെ എനിക്ക് രണ്ടാമത്തെ ടേമിനെ ടോട്ടലി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടണമെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് എക്സ് മസ്റ്റ് ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 മോഡ് വൈ. പക്ഷേ എനിക്ക് അങ്ങനെ എഴുതാൻ ധൈര്യമില്ല, കാരണം ഈ വൈ എന്ന് പറയുന്നത് ചിലപ്പോൾ 0 ആകാം. സോ എപ്സിലോൺ ബൈ 2 മോഡ് വൈ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഡിവിഷൻ ബൈ 0 ഫോമിലേക്ക് വന്നുകൂടായില്ല. അപ്പം വൈ നോൺ സീറോ ആണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാനിവിടെ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ആം ടേക്കിംഗ് എം ആസ് മാക്സിമം ഓഫ് m1 ആൻഡ് y. അപ്പോൾ എന്തായാലും m വിൽ ബി ഗ്രേറ്റർ ദാൻ 0, കാരണം m1 പോസിറ്റീവാണ്. പിന്നെ y 0 ആണെങ്കിൽ പോലും ക്യാപിറ്റൽ M എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ഇരുന്നോളൂ. സോ ഐ വിൽ ഗെറ്റ് ദിസ് ടേം ഇസ് ലെസ് ദാൻ m ഇൻറ്റു മോഡ് വൈ എൻ മൈനസ് വൈ പ്ലസ് m ഇൻറ്റു മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്നാക്കാൻ പറ്റും. ക്ലിയർ? ഇതിനാണ് ഞാനിവിടെ ഈ മാക്സിമം എടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യണേ നോക്കുക. കൺവെർജൻസിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ടേക്ക് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ എപ്സിലൺ ബൈ 2m എന്ന് പറയുന്നതും പോസിറ്റീവാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ ഒരു നാച്ചുറൽ നമ്പർ k1 കിട്ടും. സച്ച് ദാറ്റ് absolute value of xn minus x is less than epsilon by 2m whenever n is greater than or equal to k1. ഇതുപോലെ yn-ൻ്റെ ലിമിറ്റാണ് y എന്നുള്ള ആ ഡെഫിനിഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടു ദ സെയിം എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എപ്സിലൺ ബൈ 2m-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k2 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ കിട്ടുന്നു. സച്ച് ദാറ്റ് absolute value of yn minus y is less than epsilon by 2m for all n greater than or equal to k2. എനിക്കിത് രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. So I am taking k as maximum of k1 and k2, and if n is greater than or equal to k, then absolute value of xn yn minus xy എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് less than or equal to absolute value of xn into absolute value of yn minus y plus absolute value of y into absolute value of xn minus x. നേരത്തെ നമ്മൾ എഴുതി വെച്ച എക്സ്പ്രഷനാണിത്. ദിസ് ഈസ് ലെസ് ദാൻ ഈ absolute value of xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ്. മോഡ് yn മൈനസ് y ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോഡ് yn മൈനസ് y ലെസ് ദാൻ എപ്സിലൺ ബൈ 2m പ്ലസ് ക്യാപിറ്റൽ M എന്ന് പറയുന്നത് മാക്സിമം ഓഫ് മോഡ് y ആൻഡ് m1 ആയതുകൊണ്ട് ഈ മോഡ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കും. ഇനി മോഡ് xn മൈനസ് x എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലൺ ബൈ 2m ആണ്. അതൊക്കെ ഞാനിവിടെ യൂസ് ചെയ്തു. സോ ഐ ഹാവ് മോഡ് xn yn മൈനസ് xy ഈസ് ലെസ് ദാൻ m ഇൻറ്റു എപ്സിലൺ ബൈ 2m പ്ലസ് m ഇൻറ്റു എപ്സിലൺ ബൈ 2m which is epsilon by 2 plus epsilon by 2 which is equal to epsilon. അതായത് ലിമിറ്റ് ഓഫ് xn yn എന്ന് പറയുന്നത് xy ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ തിയറത്തിൻ്റെ തന്നെ തുടർച്ചയാണ്. തിയറത്തിൻ്റെ തന്നെ 5th പാർട്ടായിട്ടാണ് നമ്മളിനി സീക്വൻസിൻ്റെ കോഷ്യൻ്റ് സംബന്ധിക്കുന്ന ഇതുപോലത്തെ റിസൾട്ട് പഠിക്കാൻ പോണത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.